നമസ്കാരം. ഇറാന് കലി ഇളകി നിൽക്കുകയാണ്. നമ്മളൊരു നാടൻ ഭാഷയൊക്കെ പറയുമ്പോൾ ടെമ്പർ തെറ്റുക എന്നൊക്കെ പറയാറുണ്ട്. അത്തരമൊരവസ്ഥയിലാണ് ഇറാൻ നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും അവസാനം ഇവിടെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിലെ കുറച്ച് കുട്ടികളെ കൊന്നുകളഞ്ഞു. അതോടുകൂടി ഇറാന്റെ സകല പിടിവള്ളിയും നഷ്ടപ്പെട്ടു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവര് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തിരിച്ചടി, ഇത്ര ഭീകരമായിട്ടൊരു തിരിച്ചടി ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇറാൻ ഇവിടെ ഇത്തരത്തിലൊരു തിരിച്ചടി, അതായത് ഈ കുട്ടികളെ കൊന്നതിന്റെ ഭാഗമായിട്ടൊരു തിരിച്ചടി അവർ നടത്തുമ്പോഴും അവർ വളരെയധികം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. 7ഓളം ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമിച്ചു. ഇറാന്റെ ശക്തി കുറച്ചു കണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടി കാണും. എന്തായാലും ഇവിടെ 7ഓളം രാജ്യങ്ങളെ UAE ആക്രമിച്ചു. അതും അബുദാബിയിലാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. കുവൈത്തിനെ ആക്രമിച്ചു, ഇറാഖിനെ ആക്രമിച്ചു, ബഹ്റൈനെ ആക്രമിച്ചു, ജോർദാനെ ആക്രമിച്ചു, സൗദി അറേബ്യയെ ആക്രമിച്ചു. 7ഓളം രാജ്യങ്ങളെ മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ആക്രമിച്ചു. അമേരിക്ക ആക്രമിച്ചാൽ, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെയായിരിക്കും, അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആയിരിക്കും എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്, പ്രത്യാക്രമണമാണ് നമുക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഗൾഫ് മേഖലകളിലേക്കൊക്കെ ഒരു തിരിച്ചടി നടത്തുകയാണെങ്കിൽ, സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ മരിച്ചു വീഴും. അവിടെ അതിനുമാത്രം വലിയ പ്രതിരോധ സംവിധാനങ്ങളൊന്നുമില്ല. ഈ അമേരിക്കയുടെ കൂട്ടുകക്ഷികളാണ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ താവളങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കരുതിയിട്ടുള്ളത്. അതിനപ്പുറം ഈ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി നേരിടേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനെ ഒന്നും തടുക്കാൻ അമേരിക്ക ഒന്നും ചെയ്തിട്ടില്ല. ഏത് നിമിഷം വേണമെങ്കിലും അവരെയൊക്കെ കൈയൊഴിഞ്ഞു പോകും. നേരത്തെ സൗദി അറേബ്യയെ ഹൂത്തികൾ ആക്രമിച്ച സമയത്ത് അമേരിക്ക തോറ്റ് പുറകോട്ടോടിയ ഒരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരോടൊന്നും ഒരു കടപ്പാടും അവർക്കില്ല. അത് ഈ ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത്തരത്തിലുള്ള ആളുകളുമായി കൂട്ടുകൂടിയാൽ നഷ്ടമാർക്കാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കണം. ഗൾഫ് രാജ്യങ്ങളുടെ കൂടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇറാൻ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവിടെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ മറ്റെല്ലാ മലയാളികളെ പോലെ, മറ്റെല്ലാ ഇന്ത്യക്കാരനെയും പോലെ എനിക്കും മാനസികമായിട്ട് അതിലൊരു വിഷമമുണ്ട്. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു പ്രത്യാക്രമണം നടത്താനുള്ള അവകാശം അവർക്കുണ്ട്. അവരുടെ രാജ്യത്തെ സുരക്ഷിതമായി നിലനിർത്തേണ്ട രീതിയിലേക്ക് ഒരു ആക്രമണം നടത്താൻ അവർക്കും അവകാശങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർ തിരിച്ചടിച്ചു. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് തിരിച്ചടിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. പക്ഷെ അങ്ങനെ ആക്രമണം നടത്തുമ്പോഴും അവർ ഇവിടെ കൃത്യമായി സിവിലിയൻ കേന്ദ്രങ്ങളെ ഒഴിവാക്കുന്നു, അമേരിക്കൻ താല്പര്യങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നു, പറഞ്ഞ വാക്ക് പാലിക്കുന്നു, നിലപാടിൽ ഉറച്ചു നിന്ന് തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയാണ് ഇറാന്റെ സ്ഥാനത്ത് എങ്കിൽ ഇപ്പോൾ ഗൾഫ് മേഖലകളിൽ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അത്തരത്തിലൊരു നീക്കം ഉണ്ടാകില്ല. അതാണ് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതേസമയം യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ. മണിക്കൂറുകൾ മാത്രമാണ് ഈ യുദ്ധം ആരംഭിച്ചിട്ടായിട്ടുള്ളത്. ഈ മണിക്കൂറുകൾക്കുള്ളിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഏകദേശം 100-നടുത്ത് കുട്ടികൾ മരിച്ചു എന്നുള്ളതാണ്. പല കണക്കുകൾ പല മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. കൃത്യമായി നമുക്ക് ഏതാണ് ശരിയെന്ന് പറയാൻ കഴിയില്ല. ഒരു ദിവസം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാൻ. എന്തായാലും ഇവിടെ ഇറാനിൽ അവർ കൊന്നത് കുട്ടികളെയാണ്. മറ്റൊരു അവകാശവാദം കൂടെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെ അവർ വകവരുത്തി എന്നുള്ള ഒരു വാർത്തയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് അവകാശവാദങ്ങൾ ഇസ്രായേൽ നേരത്തെയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ അവർ അവകാശവാദം ഉന്നയിച്ച് മസൂദ് പെസഷ്കിയാനെ കൊന്നു എന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നീട് മസൂദ് പെസഷ്കിയാൻ ഇറാനിലെ പൊതുജനങ്ങൾക്കൊപ്പം അദ്ദേഹം പൊതുനിരത്തിലിറങ്ങി ആഹ്ലാദം പങ്കുവെക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചതിനെ തുടർന്ന് ആ ആഹ്ലാദം പങ്കുവെക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ മസൂദ് പെസഷ്കിയാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അബ്ബാസ് അരാക്ചിയെ കൊന്നു എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം വരെ ജനീവയിൽ ഉൾപ്പെടെ ഇവിടെ ആണവ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് പങ്കെടുത്ത വ്യക്തിയാണ് അബ്ബാസ് അരാക്ചി. അതുപോലെ തന്നെ മാന്യമായ രീതിയിലുള്ള കരാറുകളുമായി സഹകരിക്കും എന്ന് തുടർച്ചയായി പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു മികച്ച വിദേശകാര്യ മന്ത്രിയാണ് അബ്ബാസ് അരാക്ചി. എന്തായാലും അദ്ദേഹത്തെ കൊന്നു എന്നൊരു അവകാശവാദം ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇറാൻ അത് നിഷേധിച്ചിട്ടുണ്ട്. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് കൃത്യമായി വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. അത് കാത്തിരിക്കേണ്ടി വരും. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊന്നും നമുക്ക് മുഴുവനായി വിശ്വസിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ കൊന്നു എന്ന് പറയും, പിറ്റേ ദിവസം ആളുകളുടെ ജീവനോടെ നിൽക്കുന്ന കാഴ്ച നമുക്കൊക്കെ കാണേണ്ടി വരും. എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർ സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവർ അപലപിക്കുന്നുണ്ട്. അതായത് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന്
സൗദി അറേബ്യ അപലപിക്കുന്ന ഒരു കാഴ്ച, ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവർ അത്തരത്തിലുള്ള സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നേർക്കല്ല അവർ ആക്രമിക്കുന്നത്, അവിടുത്തെ അമേരിക്കൻ താല്പര്യങ്ങളെയാണ് ആക്രമിക്കുന്നത് എന്നതാണ് ഇറാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇതോടുകൂടി അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകണം. അല്ലെങ്കിൽ ഇനിയും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകും. ഈ ആക്രമണം ഒരു മേഖലാ വാറായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ റഷ്യ പറഞ്ഞിരുന്നു. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൊസാദിനെ പോലുള്ള ആളുകൾ അവർക്ക് വിജയിക്കുന്നതിന് വേണ്ടി അവർ ഏത് വഴിയിലൂടെയും സഞ്ചരിക്കും. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മൊസാദിന്റെ ഭാഗത്ത് നിന്ന് രഹസ്യമായ ഒരു ആക്രമണം ഉണ്ടാകുന്നു, ഒരുപാട് ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഇറാനെതിരെ ആളുകളെ, ഈ ഗൾഫ് രാജ്യങ്ങളെ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും അത് ആദ്യമൊന്നും ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. എന്തായാലും അത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഇറാൻ എന്തായാലും ഇവിടെ വളരെ ശ്രദ്ധാപൂർവം സാധാരണക്കാരെ ലക്ഷ്യം വെക്കാതെ, കുട്ടികളെ ലക്ഷ്യം വെക്കാതെ അമേരിക്കൻ താല്പര്യങ്ങളെ ലക്ഷ്യം വെക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് എല്ലാ പിടിവള്ളിയും നഷ്ടപ്പെട്ടു ഇറാനെ സംബന്ധിച്ചിടത്തോളം. കുറച്ചു കാലങ്ങളായി അവരെ ഭീഷണിപ്പെടുത്തുന്നു, അതിനപ്പുറം അവരെ ഒന്നുമല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഏറ്റവും അവസാനം പിഞ്ചു മക്കളെ കൊന്നതോടുകൂടി ഇറാന്റെ എല്ലാ പിടിവള്ളിയും നഷ്ടപ്പെട്ടു. ഇറാന്റെ എല്ലാ ടെമ്പറും ഇവിടെ ഇറാന്റെ ടെമ്പർ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഞാനൊരു നാടൻ പ്രയോഗം നടത്തിയതാണ്. അത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഇറാന്റെ തിരിച്ചടി ഉണ്ടായത്. ആ തിരിച്ചടിക്കുള്ള ഒരു അവകാശം ഇറാനുണ്ട്. ഇറാനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അപലപിച്ചിട്ട് കാര്യമില്ല. അപലപിക്കേണ്ടവർക്ക് അപലപിക്കാം. തിരിച്ചറിവുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗൾഫ് രാജ്യങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.